നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. പ്രതിഷേധിച്ച് പറക്കും. മദനിയുടെ കേരള യാത്രയിലെ അനിശ്ചിതത്വം നീങ്ങി. രാത്രി 7:15 വിമാനത്തിൽ മദനിയെ നാട്ടിലെത്തിക്കുമെന്ന് ഇൻഡിഗോ. നിലപാട് മാറ്റം. PDP പ്രവർത്തകർ വിമാനത്താവളത്തിൽ നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായ സാഹചര്യത്തിൽ. ഉച്ചയോടെ കേരളത്തിലെത്തേണ്ട മദനിയുടെ യാത്ര തടസ്സപ്പെട്ടത് പോലീസ് കാവലിൽ യാത്ര ചെയ്യുന്നതിന് സിവിൽ വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്ന നിർദ്ദേശത്തെ തുടർന്ന്. ഇതിൽ പ്രതിഷേധിച്ച് PDP പ്രവർത്തകർ ഇൻഡിഗോ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. ബംഗളൂരു സ്ഫോടന കേസിൽ വിചാരണ തടവുകാരനായ മദനിക്ക് കേരളത്തിൽ തങ്ങാൻ NIA കോടതി നൽകിയ അനുമതി 8 ദിവസത്തേക്ക്. അർബുദ ബാധിതയായ അമ്മയെ കാണാനെത്തുന്ന മദനി അടുത്ത ചൊവ്വാഴ്ച വരെ കേരളത്തിലുണ്ടാകും. അലിഞ്ഞുപോയ വാദങ്ങൾ. ഐസ്ക്രീം പാർലർ കേസിൽ VSന് തിരിച്ചടി. CBI അന്വേഷണം വേണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. VSന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് കോടതിയും സർക്കാരും. 20 വർഷമായ കേസിൽ വീണ്ടും തർക്കം ഉന്നയിക്കുന്നത് എന്തിന് എന്ന് സുപ്രീം കോടതി. രാഷ്ട്രീയ പകപോക്കലിലേക്ക് കോടതിയെ വലിച്ചിഴക്കരുത്. VSന് വേണമെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാമെന്നും നിർദ്ദേശം. ഹർജി തള്ളിയതിനു പിന്നിൽ VSനെതിരായ സർക്കാർ നിലപാട്. കേസിൽ പലതവണ അന്വേഷണം പൂർത്തിയായതെന്നും വിശദീകരണം. അതേസമയം കേസിൽ തുടർ നടപടിക്കൊരുങ്ങി VS. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പ്രതികരണം. കുറ്റവിമുക്തനാക്കിയതിൽ ദൈവത്തിന് നന്ദിയുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോടതിയിലെ സർക്കാർ നിലപാട് തന്നെ സഹായിക്കാനല്ലെന്നും കേസിൽ മറ്റ് രാഷ്ട്രീയക്കാരും പ്രതികളാണെന്നും വിശദീകരണം. മുഖം മിനുക്കാൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്രമന്ത്രിസഭ നാളെ പുനഃസംഘടിപ്പിക്കും. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്ക് മികച്ച പരിഗണന ലഭിച്ചേക്കും. കേരളത്തിൽ നിന്നാരും മന്ത്രിസഭയിൽ ഉണ്ടാകില്ല. പ്രധാനമന്ത്രി അടക്കം 66 മന്ത്രിമാരുള്ള BJP സർക്കാരിന് അംഗബലം കൂട്ടാവുന്നത് 82 വരെ. ഉത്തർപ്രദേശിന് 2 മന്ത്രിസ്ഥാനം നൽകുന്നതിനു പുറമെ മുക്താർ അബ്ബാസ് നഖ്വിയെ ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയർത്തിയേക്കും. ബംഗാളിൽ നിന്നുള്ള MP SS അലുവായെയും അന്തിമ പട്ടികയിൽ. അതേസമയം ആഭ്യന്തരം, ധനകാര്യം, വിദേശം, പ്രതിരോധം തുടങ്ങിയ വകുപ്പുകളിൽ മാറ്റമുണ്ടാകില്ല. മന്ത്രിസഭാംഗങ്ങളുടെ പ്രകടനം വിലയിരുത്തുന്ന പുനഃസംഘടനയിൽ പുതുതായി അവസരം ലഭിക്കുക 5 മുതൽ 10 വരെ പുതുമുഖങ്ങൾക്ക്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും നാളെ നടന്നേക്കും. കസേരയുടെ കുരുക്കഴിച്ച്. VSന്റെ ക്യാബിനറ്റ് പദവിയിൽ നിയമഭേദഗതിക്കുള്ള ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയ്ക്ക് മന്ത്രിസഭാ അംഗീകാരം. വിഷയത്തിൽ നിയമഭേദഗതിക്ക് ആവശ്യമായ സാധ്യതകൾ പരിശോധിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗമാണ് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്. ഈ സമ്മേളന കാലത്ത് തന്നെ ഭേദഗതി സഭയിൽ അവതരിപ്പിക്കും. സർക്കാർ തീരുമാനം. ക്യാബിനറ്റ് റാങ്കോടെ VSന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകാൻ. MLA ആയ VSന് ആദായകരമായ ഇരട്ട പദവി നൽകാൻ നിയമഭേദഗതി അല്ലാതെ മാർഗമില്ലെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2780 രൂപ. പവൻ 22,240 രൂപ. വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.